നടുക്കേമുറിയിൽ മോനായി ഞങ്ങൾ വളരെ സ്നേഹിച്ച ഒരു സഹോദരനായിരുന്നു. തന്നെ കർത്താവ് നിത്യതയിലേക്ക് വിളിച്ചപ്പോൾ കടന്നുപോയി. തനിയായിരിക്കുന്ന റിൻസിമോളെ കർത്താവ് സഹായിച്ച് പരിപാലിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെയും കസിൻസിനെയൊക്കെ കാണുവാനായിട്ട് ഈ ഷോർട്ട് വീഡിയോ ഇവിടെ പബ്ലിഷ് ചെയ്യും. ജനിച്ച നാൾ മുതൽ എൻ്റെ ദൈവം എൻ്റെ കൂടെ, എൻ്റെ പിതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ ഏത് ആവശ്യത്തിനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരു ബുദ്ധിമുട്ടും എനിക്കിതുവരെ വരുത്തിയിട്ടില്ല. ഞാൻ എൻ്റെ ആവശ്യം പറഞ്ഞാലും ഞാനങ്ങനെ പറയാറില്ല. എന്നാലും നിനക്ക് എന്തുണ്ടെങ്കിലും ഞാൻ പറയാതെ തന്നെ എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് തരികയൊക്കെ ചെയ്യുന്ന ഒരു പിതാവായിരുന്നു. ഒരു ബുദ്ധിമുട്ട് എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. ശരീരത്തിന് എന്തെങ്കിലും അസ്വസ്ഥ ഉണ്ടെങ്കിലും ഞാൻ പറയും, എന്ത് വെച്ചാൽ പറ, എന്തിനുണ്ടെങ്കിൽ ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ല, ഞാൻ ഇവിടെ നിൽക്കാൻ വേണ്ട, നീ പൊക്കോ, ഞാനിവിടെ ഉണ്ടല്ലോ, ഞാൻ പോയി കഴിഞ്ഞിട്ട് നീ കട നോക്കിയാൽ മതി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ പൊക്കോ, ധൈര്യമായിട്ട് പൊക്കോ, ഈ വീട്ടിലൊരാൾ വേണമല്ലോ, ഞാനുണ്ടല്ലോ ഇവിടെ, നീ ധൈര്യമായിട്ട് പൊക്കോ. പക്ഷെ എനിക്ക് എന്നാലൊരു ഭയമായിരുന്നു. എൻ്റെ അപ്പൻ ഇവിടെ തന്നെയാണല്ലോ എന്നുള്ളൊരു ഭയം ഉണ്ടെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ അപ്പനെക്കാട്ടിലും ഭയങ്കര ധൈര്യമായിരുന്നു. ഒരു ദിവസം പോലും കിടക്കുവാനിടയായില്ല. തന്നെ തുണികൾ വരെ തന്നെയാണ് കഴുകുന്നത്. എന്നെ കൊണ്ടൊന്നും കഴിയിപ്പിക്കാറില്ല. ഞാൻ കഴുകാമെന്ന് പറയും. നേരം രാവിലെ എണ്ണീക്കും. ഞാൻ എണ്ണീക്കുന്നതിന് മുമ്പേ 5 മണിക്ക് എണ്ണീക്കും. 5 മണിക്ക് തുണിയെല്ലാം നനച്ച് കുളിയും കഴിഞ്ഞിട്ടാണ് കയറി വരുന്നത്. എന്നിട്ട് തന്നെ ഒന്ന് വിളിക്കുന്നത്, എണ്ണീക്കടി എന്ന് പറയും. അപ്പോഴാണ് ഞാൻ അറിയുന്നത് തന്നെ. അപ്പോഴത്തെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് അപ്പോഴും ഞാൻ എണീറ്റ് വന്ന് കാപ്പി അനത്തി കൊടുക്കും. അതുപോലെ ഒരു ബുദ്ധിമുട്ടാണ്. ഞാൻ എല്ലാം ചെയ്യുമെന്ന് അവർ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഞാനൊന്നും ചെയ്യേണ്ട വിചാരിച്ച് രാവിലെ എണീറ്റെല്ലാം അന്ന് ഈ മരിക്കുന്നതിനന്ന് രാവിലെ തന്നെ എണ്ണീറ്റ് തുണിയെല്ലാം കഴുകി വന്നിട്ട് എന്നെ വിളിച്ചു. എനിക്ക് നെഞ്ചിനകത്ത് വേദനയാന്ന് പറഞ്ഞില്ല, നീ എണ്ണീക്ക് കാപ്പി അനത്തിത്താന്ന് പറഞ്ഞു. അപ്പം ഞാൻ സമയം നോക്കിയപ്പോൾ 6 മണി കഴിഞ്ഞു. ഞാൻ പറഞ്ഞു, എണീറ്റ് വരുക എന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ എനിക്ക് നെഞ്ചിനകത്ത് വേദന എടുക്കുന്നു. അപ്പോഴത്തേന് പെട്ടെന്ന് ഞാൻ ചാടി എണീറ്റിട്ട് പറഞ്ഞു, നെഞ്ചിനകത്ത് കിടന്ന് ഇങ്ങനെ അടിക്കും. ഞാൻ പറഞ്ഞു, എന്തിനും നെഞ്ചിനകത്ത് ഇങ്ങനെ അടിക്കുന്നത്, എനിക്ക് നെഞ്ചിനകത്തെ വേദനയാണ്. ഞാൻ നന്ന് പറഞ്ഞാൽ പോരായിരുന്നു, നിനക്ക് പേടിയാണെന്ന് കണ്ട ഞാനത് പറയാഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ എന്തുകൊണ്ട് എന്നോട് പറയണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ എന്തോ അസ്വസ്ഥ ഉണ്ടെങ്കിലും പറയുകയല്ലോ എന്നോട്. ഞാൻ പറഞ്ഞു, ആശുപത്രി ഞാൻ വരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, രേപ്പാപ്പനെ വിളിക്കാം. രേപ്പാപ്പനെ വിളിക്കണ്ട, രേപ്പാപ്പനെ വിളിച്ചാൽ എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകും. എനിക്ക് ആശുപത്രിക്ക് പോകുന്ന ഇഷ്ടമില്ല. ആശുപത്രിയിൽ എന്തോ പറഞ്ഞാൽ ആശുപത്രിയിൽ പോവുകയില്ല. ഞാൻ പിന്നെ ഡോക്ടറിന് ഞാൻ തന്നെ ബ്ലഡ് എടുത്തുകൊണ്ട് എന്ത് വെച്ചാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരു തണുക്കുന്നിരിക്കാൻ അവിടെ ഇരുന്ന് തുണി നനച്ചിട്ടായിരിക്കും, എനിക്കൊരു തണുപ്പൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് തലയത്തോട്ട് നോക്കിയപ്പം തണുപ്പൊന്നുമില്ല. അങ്ങനെ പക്ഷെ പുതച്ചിരിക്കുക. പെട്ടെന്ന് ചാടി ഒരു ഗ്ലാസ് കാപ്പും കൊണ്ട് എനിക്ക് തരാൻ പറഞ്ഞ പെട്ടെന്ന് കാപ്പി അനത്തി. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ രേപ്പാപ്പനെ വിളിക്കട്ടെ. അപ്പം വേദന ഉള്ളതുകൊണ്ടായിരിക്കും പറഞ്ഞ രജിയെ വിളിക്കാൻ പറഞ്ഞു. അപ്പോഴത്തേന് രേപ്പാപ്പൻ കയറി, രേപ്പാപ്പൻ പറമ്പിലെങ്ങാണ്ടായിരുന്നു. രേപ്പാപ്പൻ പെട്ടെന്ന് കയറി വന്നു. അപ്പം ഞാൻ പറഞ്ഞു, രേപ്പാപ്പ ആശുപത്രിയിൽ പോകുന്നില്ലെന്നാണ് പറയുന്നത്. അപ്പം ഇപ്പോഴത്തേന് രേപ്പാപ്പൻ ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് കയറി വന്നു. അപ്പോൾ അനന്താൻ്റെ ഇവിടെ കൂടെ അനന്താൻ്റെയോട് പറഞ്ഞു, അനന്താൻ്റെ പ്രാർത്ഥിക്കുന്നവരാണ്. അനന്താൻ്റെയോട് ഭയങ്കര കാര്യമായിരുന്നു. അനന്താൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഉടനെ അനന്താൻ്റെ പ്രാർത്ഥിച്ചു. അന്നേരം എപ്പോഴും ദൈവത്തിലെ വിശ്വാസം ഉണ്ടായിരുന്നു. യേശുവെ അന്നേരം വിളിക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് അനന്താൻ്റെയോട് പറഞ്ഞു, അനന്താൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അനന്താൻ്റെ പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, പാസ്റ്ററോട് പറയട്ടെ. അപ്പം പേടിയുണ്ട്, ആശുപത്രിയിൽ കൊണ്ടുപോകുമോ എന്നുള്ള പേടിയുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഏതായാലും പാസ്റ്ററെ വിളിക്കാം. ഞാൻ പെട്ടെന്ന് പാസ്റ്ററെ വിളിച്ചു. പാസ്റ്ററെ പെട്ടെന്ന് വരാൻ പറഞ്ഞു. പാസ്റ്റർ വന്ന് പ്രാർത്ഥിച്ചു. അതിന് മുമ്പ് ഞാൻ ഓട്ടോക്കാരനെ വിളിച്ചു. അപ്പോഴത്തേന് പാസ്റ്റർ പറഞ്ഞു, പാസ്റ്ററിൻ്റെ പാട്ട് വണ്ടി തന്നെ എടുക്കാമെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഡ്രസ്സെല്ലാം ഇട്ട് അതിനകത്ത് കയറി ഇരുന്നു. അതിന് വണ്ടിയെ പോകുമ്പോഴും എന്നോട് സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പക്ഷേ അത്രയും സീരിയസ് ആണെന്ന് ഒരിക്കലും ഞാൻ കരുതിയില്ല. ഞാൻ ഓർത്ത് ഗ്യാസിൻ്റെ പ്രശ്നമായിരിക്കും, പെട്ടെന്ന് കാണിച്ചിട്ടെങ്കിൽ പോരാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ വന്ന് ബി പി എടുത്തു. അപ്പോൾ കിടക്കാൻ പറഞ്ഞു, ECG കിടക്കാൻ പറഞ്ഞു. കിടന്നപ്പം ഇല്ല, ഞാൻ കിടക്കുന്നില്ല, എനിക്ക് കിടക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും കൂടെ പിടിച്ച് കിടത്തി. അപ്പോഴത്തേക്കും ഞാൻ നോക്കിയപ്പം കണ്ണ് മുകളോട്ട് പോവുകയും ഒരു സ്റ്റിഫ്നെസ് പോലെ വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ നിൽക്കുന്ന കണ്ട. പെട്ടെന്ന് ഒരു ICU. അപ്പോഴെനിക്ക് മനസ്സിലായി ആളിനെ ഇനി കിട്ടത്തില്ല എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ആ പ്രത്യാശ എനിക്കുണ്ട്. എൻ്റെ പിതാവ് നിത്യതയിൽ ഇപ്പോഴും
അത്യാവശ്യം കാണാമെന്ന പ്രത്യാശ എനിക്കുണ്ട്. എനിക്കിതുവരെ ഒരു കുറവിനും എന്തൊരു ആവശ്യം പറഞ്ഞാൽ പോലും ഉടനെ എനിക്ക് പൈസ എടുത്ത് തരികയും എനിക്കിങ്ങനെ ചെന്ന് ചോദിക്കാൻ ഒരാളില്ല എന്നൊരു സങ്കടമുണ്ട്. എന്തോ കാര്യം ചെന്ന് പറഞ്ഞാലും എനിക്ക് ദേഷ്യപ്പെടാനാണെങ്കിലും സ്നേഹിക്കാനാണെങ്കിലും എന്ത് ചെന്ന് പറഞ്ഞാലും ഒന്നും പറയുകയില്ല. എൻ്റെ അപ്പനോടല്ലേ എനിക്ക് പറയാൻ പറ്റൂ എന്ത് കാര്യം. അതുപോലെ ഒരാൾ എനിക്ക് നഷ്ടമുണ്ട് ജീവിതത്തിൽ. അങ്ങനെയാണെങ്കിലും ജീവിതത്തിൽ എനിക്കില്ല എന്നുള്ളൊരു സങ്കടമുണ്ട്. എന്നാൽ എൻ്റെ പിതാവിനെ നിത്യതയിൽ കാണാം ഞാൻ അത്യാവശ്യം. ബേക്കറിയുടെ ആ റോഡ് വഴി ശാലേം IPC പിന്നെ സഭയുടെ ആ ഫ്ലാറ്റിൽ നമുക്ക് അവിടെയാണ് ശുശ്രൂഷ നടക്കുന്നത്. അവിടെയാണ് സെമിട്രി. അവയെ കൃത്യമായി എല്ലാ പ്രിയങ്ങൾക്ക് വാഹനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. ആ വാഹനത്തിൽ കയറുക. അത്യാവശ്യമുള്ളവര് സ്വന്തം വാഹനങ്ങളിലെ നമ്മുടെ ആംബുലൻസിന് പാട്ടുകാർ മുമ്പേ പോകും, ആംബുലൻസ് പുറകിന് പോകും. അതിന് പുറകെ അകമ്പടിയായിട്ട് മറ്റ് വാഹനങ്ങൾ കടന്നു പോകണം. യാതൊരു നിലയിലും ബ്ലോക്ക് ഉണ്ടാകാത്ത നിലയിൽ നമ്മൾ ഈ പറഞ്ഞ വഴി കൂടെ സഞ്ചരിക്കുക. ദൈവം സഹായിക്കട്ടെ. അവസാനമായി കാണുവാൻ ആഗ്രഹമുള്ള പ്രിയപ്പെട്ടവര് ആ ഒരു ആവശ്യങ്ങളെ കാണുവാൻ അവസരം ഒരുക്കുകയാണ്. വേഗത്തിൽ ആമേൻ ഭൗതിക ശരീരം ആംബുലൻസിലേക്ക് മാറ്റുന്നതായിരിക്കും. അതിനുള്ള ഗുണീയമായ അവസാനത്തോളം നീ നിർത്തേണമേ. ആകാശമേഘത്തിൽ കാഹളനാദത്തിൽ അടിയാനും നിൻ മുൻപിൽ കാണേണമേ. ആശ്വാസമേ എനിക്കേറെ തിങ്ങിടുന്നു. വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോ സ്നേഹമേറിയിടുമെൻ രക്ഷകൻ സന്നിധം ആനന്ദ കൂട്ടരെ കാണുന്നല്ലോ. ആശ്വാസമേ എനിക്കേറെ തിങ്ങിടുന്നു. വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോ സ്നേഹമേറിയിടുമെൻ രക്ഷകൻ സന്നിധം ആനന്ദ കൂട്ടരെ കാണുന്നല്ലോ. യെരൂശലേമിൻ ഇമ്പവീടേ എപ്പോൾ ഞാൻ വന്നു ചേരും. യെരൂശലേമിൻ ഇമ്പവീടേ എപ്പോൾ ഞാൻ വന്നു ചേരും. ധരണിയിലെ പാടും കേടും എപ്പോഴിങ്ങോടിയും. ധരണിയിലെ പാടും കേടും എപ്പോഴിങ്ങോടിയും. ഭക്തരിൻ ഭാഗ്യതലമേ പരിമേള സ്ഥലം നീയേ. 15-ാം അധ്യായത്തിന്റെ 12 മുതൽ 19 വാക്യോടുമായി ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം. നിൽക്കുന്നു
മടങ്ങിച്ചേരുമെന്ന് ഞങ്ങളുടെ വർഗത്തോട് അരുളി ചെയ്ത ധന്യനായ ഏകാധിപതിയും രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവരായിരിക്കെ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന മനുഷ്യരാരും കണ്ടിട്ടില്ലാത്ത കാണാൻ കഴിയാത്ത പിതാവായ ദൈവത്തിന്റെയും ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്ന് വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിന്റെയും സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും ജീവൻ നൽകുന്നവനും ജീവദാതാവുമായ പരിശുദ്ധാത്മാവിന്റെയും പരിപാവനമായ തൃത്വനാമത്തിൽ ഈ ഭൗതിക ശരീരത്തെ ഞങ്ങൾ പൂഴിക്ക് മണ്ണിനുമായി ഏൽപ്പിക്കുന്നു.